മഴക്കാലവും അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ കടലാക്രമണം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ പ്രദേശങ്ങൾ. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കടൽ ഭിത്തി നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ നടപടികൾ എടുത്തു എന്ന് അവകാശപ്പെടുന്ന ചെല്ലാനമൊക്കെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോയി എന്നാണോ? അപർണ, ചെല്ലാനത്തേക്ക് കണ്ണമാലിലേക്കെല്ലാം വരുമ്പോഴുള്ളൊരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് കടൽ ഭിത്തി ഇല്ലാത്ത ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വേലിയേറ്റമാണ് അനുഭവപ്പെടുന്നത്. വലിയ തിരമാലകൾ എത്തുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ നിന്ന് ആളുകൾ മാറുന്നതാണ്. വീട്ടിൽ നിന്ന് മാറുകയാണോ? ഇല്ല അവര് വീട്ടിൽ നിന്ന് മാറുക. വീട്ടിൽ നിന്ന് മാറണേ. തിരമാലകളൊക്കെ വീട്ടിൽ കഴിക്കാൻ പറ്റും. മൊത്തത്തില് വെള്ളം കയറി നിൽക്കണേ. അമ്മയും കുഞ്ഞു മാത്രമുള്ള വീടാണ്. ഞങ്ങളെയൊക്കെ ആരുണ്ട് രക്ഷിക്കാനായിട്ട്? ജീവൻ പോയത് തന്നെ. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ വന്ന് നോക്കും, എടുക്കും, പോകും. ഇതുകൊണ്ട് വല്ല ഫലം ഉണ്ടാ? ഈ 1500 രോഗമായിട്ട് കിടക്കണ ഞാനാണ്. അപ്പൊ അല്ലാത്ത കൊച്ചും ഒറ്റക്കുള്ള വീടാണ്. അടുക്കള അപർണ, ഇത് നമ്മൾ ഈ തീരമേഖലകളിലേക്ക് വരുന്നത് ഇത് ആദ്യമല്ല. എല്ലാ തവണയും എല്ലാ വർഷകാലത്തും നമ്മൾ വരുമ്പോൾ ആളുകൾ ഈ ദുരിതത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഒരു മാറ്റവുമില്ലാതെ എല്ലാ വർഷകാലവും ഇതേപോലെ തന്നെ കടന്നു പോകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഇവർ നേരത്തെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഓരോ വർഷകാലത്തും ഇതുപോലുള്ള ദുരിതപ്പെയ്ത്ത് തുടരുന്നു. ഇതുപോലെ വലിയ തിരമാലകൾ അടിച്ചു കയറുന്നു. ഒരു ഭാഗത്ത് ചെല്ലാനത്തിന്റെ ഒരു ഭാഗം കടൽ ഭിത്തി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. മറുഭാഗത്തേക്ക് വരുമ്പോഴെല്ലാം ഇതേപോലെ തന്നെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു. വലിയ തിരമാലകൾ കടൽ ഭിത്തിയും കടന്ന്, അത് ഈ കടൽ ഭിത്തി എന്ന് പറയുന്നത് വളരെ കുറച്ച് കല്ലുകൾ മാത്രം അവശേഷിക്കുന്ന ഇടങ്ങളാണ്. അവിടേക്ക് വളരെ ശക്തമായ രീതിയിൽ കടലാക്രമണം ഉണ്ടാകുന്നു. തുടർന്ന് ഈ കാണുന്നത് പോലെ തന്നെ അത് മുട്ടറ്റം വെള്ളത്തിലേക്ക് ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എല്ലാം മാറുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ വരുന്നു. വീടുകളിൽ കഴിയാൻ പോലും ഇവർക്ക് ആർക്കും കഴിയില്ല. കാരണം ഈ രീതിയിൽ തന്നെ വെള്ളം ഒഴുകി പരക്കുന്ന രീതിയാണ്. വീടിനകത്തും എല്ലാം തന്നെ വെള്ളം കയറുന്ന അവസ്ഥയിലേക്കെല്ലാം പോകുന്നു. ഇപ്പോൾ തന്നെ ഇത്രയും വെള്ളത്തിലേക്ക് ഈ ഭാഗത്തെല്ലാം തന്നെ വന്നിരിക്കുന്നു. ചുറ്റുപാടുകളും എല്ലാം ഇതേപോലെ വെള്ളം നിറയുന്ന അവസ്ഥ. പ്രായമുള്ളവർ വീടുകളിൽ ഉണ്ടെങ്കിൽ അവർ അതിൽ പെട്ടുപോകുന്ന രീതിയിലേക്ക് എല്ലാം കാര്യങ്ങൾ മാറുന്നു. പലരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തീർത്തും ശോചനീയമായ ഒരവസ്ഥയിലേക്ക് ഈ ഭാഗത്ത് ചെല്ലാനത്തിന്റെ ഈ ചെറിയ കടവ് എന്ന് പറയുന്ന, ഈ കണ്ണമാലിക്ക് സമീപമുള്ള ചെറിയ കടവ് എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. പ്രായമുള്ളവർ വീടുകളിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചേട്ടാ, ഇത് ഒരു സ്ഥിരം കാര്യമായിട്ട് മാറുകയാണ് ഇവിടെ. 300 ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. കാലവർഷം കഴിയുന്നവരെ ഇത് തന്നെ അവസ്ഥയായിരിക്കും. ഏതാണ്ട് 3-4 മാസം അനുഭവിക്കേണ്ടി വരും. ഇത് തന്നെ അവസ്ഥ. ഒരു സ്ഥിരം കടൽ ഭിത്തി വരാതെ ഇതിനെ ഒരു പ്രത്യേക മാർഗമൊന്നും ഇല്ല. അതാണ് കണ്ടീഷൻ. ടെട്രാപ്പാഡ് കടൽ ഭിത്തി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാർഗം. നമ്മൾ ക്യാമ്പുകളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണോ? ക്യാമ്പുകളിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. പല വീടുകളും പൂട്ടിയ ആൾക്കാരും മാറി തുടങ്ങി. സ്വന്തക്കാരുടെ വീടുകളിലേക്ക് മാറി തുടങ്ങി. ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുകയാണ്. തീരമേഖലയിൽ, പശ്ചിമ കൊച്ചിയുടെ തീരമേഖലയിൽ ഒരു പൊതുദൃശ്യമായിട്ട് ഇത് മാറുകയാണ്. ചുറ്റുപാട് ഇത് നോക്കുക. വീടുകളിൽ ഒറ്റപ്പെട്ട് പോകുന്നവരാണ് അധികവുമുള്ളത്. രോഗികൾ ഉള്ളവരുണ്ട്, പ്രായമുള്ളവർ. ഡാനിപ്പോൾ വിവരം നൽകുന്നത് കണ്ണമാലി ഭാഗത്തുനിന്നാണ്. സ്ഥിരം വർഷങ്ങളിലുള്ള കാഴ്ച തന്നെ വീണ്ടും നടക്കുന്നു. കടൽ ഭിത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ വലിയ തരത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ്. ജനങ്ങളുടെ പ്രതിഷേധവും സ്വാഭാവികമായിട്ട് ഉയരുന്ന സാഹചര്യം.